ശരിക്കും വേദനാജനകമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തെ മറ്റ് നാടുകളിൽ മറ്റ് രാജ്യങ്ങളിൽ പോലും അടയാളപ്പെടുത്തുന്ന ഏറ്റവും സവിശേഷമായ ഒരു മഹോത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതിന് സമാനമായ മറ്റൊരു ഉത്സവം നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആരുടെയും അറിവിലില്ല. അപ്പോൾ ആ ഉത്സവത്തിന് വെടിക്കെട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത ഒരു പറ്റം കുടുംബസ്ഥന്മാർ എന്ന് പറയാം, ഒരു പറ്റം ആളുകൾ, മനുഷ്യർ അവിടെ ഈ മുണ്ടത്തിക്കോട് അവരുടെ ആ ഒരു പടക്ക നിർമ്മാണശാലയിൽ വെച്ചിട്ട് ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ കേരളം ഒന്നാകെ ആ സ്ഫോടനത്തോടൊപ്പം നടുങ്ങി വിറച്ചുപോയി എന്നുള്ളതാണ്. പത്രം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ മാധ്യമ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴൊക്കെ ആ വേദന നമ്മുടെ ഉള്ളിലുണ്ട്. അവർക്ക് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ വിദ്യ പ്രസ്താവിച്ച അല്ലെങ്കിൽ ആ പറഞ്ഞു വന്ന ആ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോഴും അതിനേക്കാൾ വലിയ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമായിരുന്നു നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് ക്രിസ്തീയ ഭക്തിഗാനം ക്ഷേത്രത്തിൽ ആലപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശശികല അടക്കമുള്ള അതിനെ വാല് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കുറെ ഹിന്ദു സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം. അപ്പൊ അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും വേണം നമ്മൾ കണ്ണോടിച്ചു പോകാൻ. ഇപ്പോഴുണ്ടായിരിക്കുന്ന ആ പോസ്റ്റ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സത്യത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഒരു മലയാളിയും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ. എനിക്ക് ഇപ്പം ആ പോസ്റ്റിന് ഏകദേശം 3000-ലധികം കമന്റുകൾ തന്നെ ഞാൻ പരിശോധിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 3000-ലധികം കമന്റുകൾ ഉണ്ടാവണമെങ്കിൽ എത്ര പേരുടെ കൈകളിലേക്ക് ആ പോസ്റ്റ് എത്തിയിട്ടുണ്ടാവും എന്ന് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതൊരു അട്ടിമറിയാണ് എന്ന് പറയപ്പെടുന്നു. ഒറ്റടിക്ക് പറഞ്ഞാൽ അട്ടിമറി. തൃശ്ശൂർ പൂരം പോലെയുള്ള മഹനീയമായ മഹോത്സവത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നടത്തിയ ഒരു ഭീകരാക്രമണത്തിന്റെ തനത് ശൈലിയിലുള്ള ഒരു പ്രവർത്തനം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മാധ്യമ പ്രവർത്തകർ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ മാധ്യമ പ്രവർത്തകരാണ്. മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുകൾ വരുന്നു.